എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഞാൻ ക്രാഷ് കോഴ്സിനായിരുന്നു പങ്കെടുത്തിരുന്നത്. അതിലെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ഷാജൻ സാറിനോടാണ്. ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ണികൃഷ്ണന്റെ ഈ ചില നാർക്കോട്ടിക് കാലത്തുള്ള ഒരു അനുഭവം ഇത്തരത്തിലുള്ള ഒരു ഭാരിച്ച ഒരു ഏറ്റെടുക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. ഉണ്ടാക്കിയതാണ് മാനസിക പിരിമുറുക്കം ഉണ്ടാക്കിയതല്ല. ആ ക്രാഷ് കോഴ്സിന് പോയ ഉറപ്പായിട്ടും മാനസിക പിരിമുറുക്കം ഉണ്ടാകും. അതെ, കാര്യം എന്താണെന്ന് കോച്ചിങ് സെന്ററുകാർ ബോധപൂർവ്വം ഉണ്ടാക്കുന്നതല്ല. അതങ്ങനെ നടത്തിയാലേ അവർക്ക് ക്രാഷ് കോഴ്സ് കൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും കോച്ചിങ് സെന്ററുകളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ റിസൾട്ട് ഉണ്ടാക്കുക, മാർക്ക് ഉണ്ടാക്കുന്ന അതൊരു ബിസിനസ്സാണ്. ആ ബിസിനസ്സിലേക്ക് പറ്റുന്ന രീതിയിൽ കുട്ടികളെ വാർത്തെടുക്കുക എന്നുള്ളത് അപ്പൊ അവരിൽ നിന്ന് തന്നെ ധാരാളം ടെൻഷൻ ഈ കുട്ടികളിലേക്ക്. ക്ലാസ്സിലോട്ട് സാർ കയറി വരുന്ന സമയത്ത് വാതിൽപ്പടിയിൽ എത്തുമ്പോൾ പേജ് നമ്പർ എക്സിന്റെ പേജ് നമ്പർ പറഞ്ഞുകൊണ്ടാണ് കയറി വരുന്നത്. സാറിന് അദ്ദേഹത്തിന്റെ പേര് പോലും പറയാൻ സമയമില്ല. അതിനുശേഷം രാവിലെ 8 മണിക്ക് തുടങ്ങുന്ന ക്ലാസ് വൈകിട്ട് 5 മണിക്ക് തീരും. അതിന് ഇടയ്ക്ക് 15 മിനിറ്റോ അരമണിക്കൂറുമാണ് ഇന്റർവെൽ തരുന്നത്. ഇതാണ് ക്രാഷ് കോഴ്സിന്റെ രീതി. ഞാൻ ഇവിടെ ചോദിക്കാൻ ഷാജ സാറിനോടാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. ക്രാഷ് കോഴ്സ് എന്നും കുട്ടികളുടെ മനസ്സിൽ മാനസമ്മർദ്ദം കൂട്ടത്തേ ഉള്ളൂ. ഈ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് ക്രാഷ് കോഴ്സിന്റെ എണ്ണം കൂടിക്കൂടി വരുന്നത്? അതായത് കുട്ടികൾക്ക് ഈ 2 വർഷം ഇപ്പൊ +1ഉം +2 ആണെങ്കിൽ ഈ 2 വർഷം പഠിക്കുന്നത് പോരാഞ്ഞിട്ട് എന്തോ പോരായ്മ ഉണ്ടായിട്ടല്ലേ അവർ ക്രാഷ് കോഴ്സിന് പോകുന്നത്. ഈ പോരായ്മ ഉണ്ടായതുകൊണ്ടാണ് ക്രാഷ് കോഴ്സിന് പോകുന്നതും ആ ക്രാഷ് കോഴ്സിന്റെ എണ്ണം അതിനാവശ്യക്കാർ ഏറി വരുന്നതുകൊണ്ടാണ് ക്രാഷ് കോഴ്സിന്റെ എണ്ണം കൂടുന്നതും. ഇവിടെ ഈ 2 വർഷം പഠിക്കുന്നതല്ലാതെ എന്തോ അവർക്കൊന്ന് ആ ക്രാഷ് കോഴ്സിലൂടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടല്ലേ അവർ വരുന്നത്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഇപ്പം എന്ത് പ്രൊഫഷണൽ കോഴ്സിന്റെ എൻട്രൻസിന്റെ റിസൾട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ 1 മുതൽ 100 വരെയുള്ള റാങ്കുകളിൽ എത്ര കുട്ടികൾ ഒരു കോഴ്സിനും കോച്ചിങ് സെന്ററിലും പോവാതെ +1 +2 മാത്രം പഠിച്ച് കേരള സിലബസ് ആയാലും ഏത് സിലബസ് ആയിക്കോട്ടെ +1 +2 മാത്രം പഠിച്ച് റാങ്ക് മേടിച്ച് എത്ര പേരുണ്ട്? അത് വളരെ ചുരുക്കമല്ലേ? ഇതിനെന്താണ് പ്രതിവിധി? 12 വർഷക്കാലത്തെ പഠനത്തിന് ശേഷമാണ് എൻട്രൻസ് എഴുതുന്നത്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് ഒരു പ്രാധാന്യം നമ്മുടെ സമൂഹത്തിൽ വന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള സെന്റേഴ്സ് തുടങ്ങിയത്. അപ്പൊ അതില് നിങ്ങൾക്കെല്ലാം അതിൽ പങ്കുണ്ട്. നിങ്ങൾ പോകുന്നത് കൊണ്ടാണ് ഒരു ക്ലാസ് നടത്താൻ അവർക്ക് കഴിയുന്നത്. സ്വാഭാവികമായിട്ടും എൻട്രൻസിൽ നല്ല റാങ്ക് കിട്ടണം, നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടണം എന്നുള്ള നിങ്ങളുടെ താല്പര്യത്തെ മാനിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. നമ്മുടെ ഇപ്പൊ എൻട്രൻസിന്റെ റിസൾട്ട് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം 60% കൂടുതൽ കുട്ടികളും നഗര കേന്ദ്രീകൃതവും അതുപോലെ പ്രതിവർഷം 4 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് ഈ പ്രഷർ താങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പൊ അതിന് ഗവൺമെന്റ് ഈ വർഷം മുതൽ വിക്ടേഴ്സ് ചാനൽ വഴിയും അതേപോലെ തന്നെ വെബ് ബേസ്ഡ് ആയിട്ടും ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നതിനുമുള്ള ഒരു പുതിയ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മുഴുവൻ ക്വസ്റ്റ്യൻസ് എൻട്രൻസിന് വരുന്ന മുഴുവൻ ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ കുറിച്ചുള്ള ആപ്ലിക്കേഷൻസ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം വളരെ സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അല്പം ഒരു കോംപ്ലക്സിറ്റി വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു അനലിറ്റിക്കൽ കാപ്പബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ, നിങ്ങൾ ഈ കോഴ്സിൽ എലിജിബിൾ ആണോ ഇല്ലയോ എന്നുള്ള പരിശോധിക്കാനുള്ള ഒരു സംവിധാനമാണ്. ഇത് 2 തരത്തിലുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിലെ എൻട്രൻസ് എക്സാമിനേഷൻ പാടെ ഉപയോഗിച്ചിരിക്കുകയാണ്. അവിടെ ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് സിലബസിന്റെ മാർക്കിന്റെ ബേസിസിൽ മാത്രം. നമുക്ക് മുമ്പുണ്ടായിരുന്ന അതേ സിസ്റ്റമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഉള്ളത്. ഇത് തീർച്ചയായിട്ടും വളരെയധികം നന്നായി പഠിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം ഗവൺമെന്റ് എടുക്കേണ്ടതാണ്. ഞാൻ അത് ചോദിക്കുകയാണ്. അതായത് ഇവിടെ പറയുന്നുണ്ട്, ഉണ്ണികൃഷ്ണൻ പറയുകയുണ്ടായി, ഈ കോച്ചിങ് സെന്ററുകാരാണ് ഇത്തരത്തിലുള്ള മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത്. പല കോച്ചിങ് സെന്ററുകളിൽ പോലും വേണ്ടത്ര വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തവരാണ് അവിടെ പരിശീലനം നല്ല രീതിയിൽ പണം ഉണ്ടാകാൻ അവരെ ഉത്സവമാക്കി മാറ്റുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കോച്ചിങ് സെന്ററുകളുടെ മേൽ സർക്കാരിന്റെ ഏത് തരത്തിലുള്ള നിയന്ത്രണം ഉണ്ടാകുന്നുണ്ട്? നിലവിൽ അതെ ഈ നല്ല സെന്റേഴ്സ് സെലക്ട് ചെയ്യുന്ന അവിടേക്ക് പോകുന്നു. നല്ലതല്ലാത്ത സെന്റേഴ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു അതിന്റെ സ്വാഭാവിക മാറ്റത്തിലേക്ക് പോകുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സർക്കാരിലേക്ക് അത് പരിശോധിക്കണം. ശുപാർശ ഏത് തരത്തിലുള്ള ശുപാർശയിലേക്കായിരിക്കും? അല്ല, അതൊരു ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഈ